ഏവർക്കും നമസ്കാരം. ശ്രീസ് ലേണിംഗിലേക്ക് സ്വാഗതം. ഇനി വരുന്ന LDC, LGS, LPUP അസിസ്റ്റന്റ് ഇങ്ങനെയുള്ള എക്സാമുകൾക്കൊക്കെ 2023 ജനുവരി മുതലുള്ള കറണ്ട് അഫയേഴ്സ് ആയിരിക്കും ചോദിക്കാൻ സാധ്യത. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്ലാസ്സിലൂടെ ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ് പഠിക്കാം. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. 2023 ജനുവരി 1 കേരളത്തിൽ ഏത് സ്ഥലത്താണ് ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ് നടന്നത്? കണ്ണൂർ. 2023 ജനുവരി 1 കേരളത്തിൽ ഏത് സ്ഥലത്താണ് ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ് നടന്നത്? കണ്ണൂരാണ്. 2022 ഡിസംബർ 31 അന്തരിച്ച പോപ്പ് എമിറിറ്റസ് ബെനഡിക്ട് 16 ജനിച്ചത് ഏത് സ്ഥലത്താണ്? ജർമ്മനിയിലാണ്. അപ്പോൾ പോപ്പ് എമിറിറ്റസ് ബെനഡിക്ട് 16 അന്തരിച്ചതെന്നാണ് 2022 ഡിസംബർ 31 ജർമ്മനിയിലാണ് ജനിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2023 പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയനുമായ കണ്ണൂർ സ്വദേശിയായ VV അപ്പുക്കുട്ടൻ പൊതുവാൾ, ചെറുവയൽ രാമൻ, CI ഐസക്, SRD പ്രസാദ്. അപ്പോൾ ആർക്കൊക്കെയാണ് പത്മശ്രീ ലഭിച്ചത്? സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയനുമായ കണ്ണൂർ സ്വദേശി VP അപ്പുക്കുട്ടൻ പൊതുവാൾ, പരമ്പരാഗത നെൽവിത്ത് സംരക്ഷകനായ വയനാട് സ്വദേശി ചെറുവയൽ രാമൻ, ചരിത്രകാരനും വിദ്യാഭ്യാസ വിദഗ്ധനുമായ CI ഐസക്, കളരിപ്പയറ്റാചാര്യൻ SRD പ്രസാദ് എന്നിവർക്കാണ് 2023 പത്മശ്രീ ലഭിച്ചത്. പത്മശ്രീ ലഭിച്ച മലയാളികളാണ് ഇവരൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2023 പത്മഭൂഷൺ ലഭിച്ചവർ ആരൊക്കെയാണ്? സുധാമൂർത്തി, വാണി ജയറാം, കുമാരമംഗലം ബിർള. പത്മഭൂഷൺ ലഭിച്ചത് സുധാമൂർത്തി, വാണി ജയറാം, കുമാരമംഗലം ബിർള. 2023 പത്മവിഭൂഷൺ ലഭിച്ചവർ ആരൊക്കെയാണ്? വാസ്തുശില്പിയായ ബാലകൃഷ്ണ ദോഷി, ORSന്റെ പിതാവായ ദിലീപ് മഹലനോബിസ്, തബല മാന്ത്രികനായ സക്കീർ ഹുസൈൻ, മുലൈം സിംഗ് യാദവ്, SM കൃഷ്ണ, ശ്രീനിവാസ വരദൻ. ഇത്രയും പേർക്കാണ് 2023 പത്മവിഭൂഷൺ ലഭിച്ചത്. അപ്പോൾ പത്മവിഭൂഷൺ ലഭിച്ചത് ആർക്കൊക്കെയാണ്? വാസ്തുശില്പിയായ ബാലകൃഷ്ണ ദോഷി, ORSന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ദിലീപ് മഹലനോബിസ്, തബല മാന്ത്രികനായ സക്കീർ ഹുസൈൻ, മുലായം സിംഗ് യാദവ്, SM കൃഷ്ണ, ശ്രീനിവാസ വരദൻ എന്നിവർക്കാണ് 2023 പത്മവിഭൂഷൺ ലഭിച്ചത്. 2023 പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? VP അപ്പുക്കുട്ടൻ പൊതുവാൾ, ചെറുവയൽ രാമൻ, CI ഐസക്, SRD പ്രസാദ്. പത്മഭൂഷൺ ലഭിച്ചവർ സുധാമൂർത്തി, വാണി ജയറാം, കുമാരമംഗലം ബിർള. പത്മവിഭൂഷൺ ലഭിച്ചവർ വാസ്തുശില്പിയായ ബാലകൃഷ്ണ ദോഷി, ദിലീപ് മഹലനോബിസ്, സക്കീർ ഹുസൈൻ, മുലായം സിംഗ് യാദവ്, SM കൃഷ്ണ, ശ്രീനിവാസ വരദൻ എന്നിവർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനിക പരിശീലനത്തിന്റെ പേരെന്താണ്? 2023 സൈക്ലോൺ 1. ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനിക പരിശീലനത്തിന്റെ പേരാണ് സൈക്ലോൺ 1. 2031 വിക്ഷേപിക്കുന്ന ശുക്രന്റെ രഹസ്യങ്ങൾ തേടിയുള്ള ISROയുടെ പദ്ധതി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ശുക്രയാൻ 1. 2023 സരസ് കരകൗശലമേളയുടെ വേദി എവിടെയാണ്? ജമ്മു കാശ്മീർ. ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനിക പരിശീലനത്തിന്റെ പേരെന്താണ്? സൈക്ലോൺ 1. 2031 വിക്ഷേപിക്കുന്ന ശുക്രന്റെ രഹസ്യങ്ങൾ തേടിയുള്ള ISROയുടെ പദ്ധതിയുടെ പേരെന്താണ്? ശുക്രയാൻ 1. 2023 സരസ് കരകൗശലമേളയുടെ വേദി എവിടെയാണ്? ജമ്മു കാശ്മീർ. 2023 സ്വാതി തിരുനാൾ പുരസ്കാര ജേതാവ് ആരാണ്? P ജയചന്ദ്രൻ. 2023 സ്വാതി തിരുനാൾ പുരസ്കാര ജേതാവ് ആരാണ്? P ജയചന്ദ്രൻ. അഭ്യസ്ത വിദ്യരായ പട്ടിക വിഭാഗക്കാർക്കായി പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തി സുസ്ഥിര വരുമാനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി എന്താണ്? ട്രേസ്. അപ്പോൾ അഭ്യസ്തവിദ്യരായ പട്ടിക വിഭാഗക്കാർക്കായി
പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തി സുസ്ഥിര വരുമാനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ട്രേസ്. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന 2020 സ്വദേശാഭിമാനി കേസരി പുരസ്കാരം നേടിയത് ആരാണ്? SR ശക്തിധരൻ. 2023 ഫെബ്രുവരി മുതൽ ഭക്ഷ്യസ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളം. കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം 2020 നേടിയത് ആരാണ്? സേതു. 100-ലേറെ രാജ്യങ്ങളിൽ റിലീസ് എന്ന റെക്കോർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ചിത്രം ഏതാണ്? പഠാനാണ്. 100-ലേറെ രാജ്യങ്ങളിൽ റിലീസ് എന്ന റെക്കോർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ ചിത്രം ഏതാണ്? പഠാൻ. ജനുവരി 3 ഏത് ദിനമാണ്? ലോക ഹിപ്നോട്ടിസ് ദിനമാണ് ജനുവരി 3. 2023 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയത് സ്റ്റീവൻ സ്പീൽബർഗ്. 2023 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയത് ആരാണ്? സ്റ്റീവൻ സ്പീൽബർഗ്. സൗഹൃദ പൈപ്പ് ലൈൻ വഴിയുള്ള ഡീസൽ വിതരണത്തിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച കൽവാരി ശ്രേണിയിൽപ്പെട്ട 5ാം അന്തർവാഹിനി ഏതാണ്? INS വാഗീർ. 2023 ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യൻ വാസ്തുവിദ്യാ രംഗത്തെ കുലപതി ആരാണ്? BV ദോഷിയാണ്. അപ്പോൾ BV ദോഷി 2023 ജനുവരിയിലാണ് അന്തരിച്ചത്. ഇന്ത്യൻ വാസ്തുവിദ്യാ രംഗത്തെ കുലപതിയാണ് BV ദോഷി. സൗഹൃദ പൈപ്പ് ലൈൻ വഴിയുള്ള ഡീസൽ വിതരണത്തിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച കൽവാരി ശ്രേണിയിൽപ്പെട്ട 5ാം അന്തർവാഹിനിയുടെ പേര് INS വാഗീർ. 2023 ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യൻ വാസ്തുവിദ്യാ രംഗത്തെ കുലപതി ആരാണ്? BV ദോഷി. ജനുവരി 9 ഏത് ദിവസമാണ്? ദേശീയ പ്രവാസി ഭാരതീയ ദിവസമാണ് ജനുവരി 9. ജനുവരി 10 ലോക ഹിന്ദി ദിനം. 2023 ആദ്യ 6 മാസത്തേക്ക് യൂറോപ്യൻ യൂണിയൻ കൗൺസിലിന്റെ പ്രസിഡൻസി ഏറ്റെടുത്ത രാജ്യം ഏതാണ്? സ്വീഡനാണ്. 2023 ആദ്യ 6 മാസത്തേക്ക് യൂറോപ്യൻ യൂണിയൻ കൗൺസിലിന്റെ പ്രസിഡൻസി ഏറ്റെടുത്ത രാജ്യം ഏതാണ്? സ്വീഡൻ. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ അധ്യാപികയാണ് സാവിത്രിഭായി ഫൂലെ. അപ്പോൾ ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ അധ്യാപിക ആരാണ്? സാവിത്രിഭായി ഫൂലെ. ഫൂലെയുടെ ജന്മദിനം ആഘോഷിച്ചതെന്നാണ്? ജനുവരി 3. അപ്പോൾ സാവിത്രിഭായി ഫൂലെയുടെ ജന്മദിനം ആഘോഷിച്ചതെന്നാണ്? ജനുവരി 3. സിയാച്ചിൻ ഹിമാനിയിൽ കുമാർ പോസ്റ്റിൽ വിന്യസിച്ച ആദ്യത്തെ വനിതാ സൈനിക ഓഫീസർ ആരാണ്? ക്യാപ്റ്റൻ ശിവ ചൗഹാനാണ്. ക്യാപ്റ്റൻ ശിവ ചൗഹാൻ. സിയാച്ചിൻ ഹിമാനിയിൽ കുമാർ പോസ്റ്റിൽ വിന്യസിച്ച ആദ്യത്തെ വനിതാ സൈനിക ഓഫീസറാണ് ക്യാപ്റ്റൻ ശിവ ചൗഹാൻ. 2023 ജനുവരിയിൽ നടന്ന ദേശീയ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ സീനിയർ പുരുഷന്മാരുടെ 96 കിലോഗ്രാമിൽ സ്വർണം നേടിയത് ആരാണ്? ജഗദീഷ് വിശ്വകർമ്മ. 2023 ജനുവരിയിൽ നടന്ന ദേശീയ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ സീനിയർ പുരുഷന്മാരുടെ 96 കിലോഗ്രാമിൽ സ്വർണം നേടിയത് ജഗദീഷ് വിശ്വകർമ്മ. 61ാമത് കേരള സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ചാമ്പ്യന്മാരായ ജില്ല ഏതാണ്? കോഴിക്കോടാണ്. ന്യൂയോർക്ക് ക്രിട്ടിക്സ് സർക്കിളിൽ മികച്ച സംവിധായകനുള്ള അവാർഡ് നേടിയത് SS രാജമൗലിക്കാണ്. ന്യൂയോർക്ക് ക്രിട്ടിക്സ് സർക്കിളിൽ മികച്ച സംവിധായകനുള്ള അവാർഡ് നേടിയത് ആരാണ്? SS രാജമൗലി. ബംഗ്ലാദേശിലെ ചിറ്റഗോങ് മലയോരങ്ങളിൽ നിന്നുള്ള ക്രിസ്ത്യൻ സമൂഹം ഏത് സംസ്ഥാനത്തേക്കാണ് പ്രവേശിക്കുവാൻ ശ്രമിക്കുന്നത്? മിസോറാമിലേക്കാണ്. അപ്പോൾ ബംഗ്ലാദേശിലെ ചിറ്റഗോങ് മലയോരങ്ങളിൽ നിന്നുള്ള ക്രിസ്ത്യൻ സമൂഹം മിസോറാമിലേക്കാണ് പ്രവേശിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. മുഴുവൻ ഗോത്രവർഗക്കാർക്കും അവശ്യരേഖകൾ ഉറപ്പാക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണ്? വയനാട് ജില്ലയാണ്. അടുത്ത ക്വസ്റ്റ്യൻ,
ഇന്ത്യയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. 15ാമത് ബഷീർ സ്മാരക ട്രസ്റ്റ് അവാർഡ് നേടിയ എം മുകുന്ദൻ രചിച്ച നോവൽ ഏതാണ്? നൃത്തം ചെയ്യുന്ന കുടകൾ. അപ്പോൾ 15ാമത് ബഷീർ സ്മാരക ട്രസ്റ്റ് അവാർഡ് നേടിയ എം മുകുന്ദൻ രചിച്ച നോവൽ ഏതാണ്? നൃത്തം ചെയ്യുന്ന കുടകൾ. അപ്പോൾ ഇന്ത്യയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. 15ാമത് ബഷീർ സ്മാരക ട്രസ്റ്റ് അവാർഡ് നേടിയ എം മുകുന്ദൻ രചിച്ച നോവൽ ഏതാണ്? നൃത്തം ചെയ്യുന്ന കുടകൾ. ഒളപ്പമണ്ണയുടെ ജന്മശതാബ്ദി വർഷം ഏതാണ്? 2023 ഒളപ്പമണ്ണയുടെ ജന്മശതാബ്ദി വർഷം. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ആഡംബര നദീജല ക്രൂസ് യാത്ര നടത്തുന്ന കപ്പലിന്റെ പേര് ഏതാണ്? MV ഗംഗാവിലാസ് കപ്പൽ. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ആഡംബര നദീജല ക്രൂസ് യാത്ര നടത്തുന്ന കപ്പലിന്റെ പേരെന്താണ്? MV ഗംഗാവിലാസ് കപ്പൽ. പ്രഥമ KR ഗൗരിയമ്മ അന്താരാഷ്ട്ര പുരസ്കാരം നേടിയത് അലൈഡ ഗുവേര. ചെഗുവേരയുടെ മകളാണ് അലൈഡ ഗുവേര. പ്രഥമ KR ഗൗരിയമ്മ അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചത് അലൈഡ ഗുവേരയ്ക്കാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ "നിന്റെ ഉപ്പാപ്പയ്ക്കൊരാന ഉണ്ടായിരുന്നു", പാത്തുമ്മയുടെ ആട്, തകഴി ശിവശങ്കരപ്പിള്ളയുടെ തോട്ടിയുടെ മകൻ തുടങ്ങിയ കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ പ്രശസ്ത വിവർത്തകൻ അടുത്തിടെ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേര് എന്താണ്? ഡോക്ടർ റൊണാൾഡ് ഇ ആഷർ. അപ്പോൾ ഡോക്ടർ റൊണാൾഡ് ഇ ആഷറാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ "ഇന്റുപ്പാപ്പയ്ക്കൊരാന ഉണ്ടായിരുന്നു", പാത്തുമ്മയുടെ ആട്, തകഴി ശിവശങ്കരപ്പിള്ളയുടെ തോട്ടിയുടെ മകൻ തുടങ്ങിയ കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ. 2023 നിയമസഭാ ലൈബ്രറി അവാർഡ് നേടിയത് ആരാണ്? ടി പത്മനാഭനാണ്. 2023 നിയമസഭാ ലൈബ്രറി അവാർഡ് നേടിയത് ടി പത്മനാഭൻ. അടുത്തിടെ ആഗോളതലത്തിൽ ചർച്ചയായ സ്പെയർ എന്ന ആത്മകഥ എഴുതിയ ബ്രിട്ടീഷ് രാജകുടുംബം ആരാണ്? ഹാരി രാജകുമാരൻ. അപ്പോൾ ഹാരി രാജകുമാരൻ എഴുതിയ ആത്മകഥയാണേത്? സ്പെയർ. അടുത്തിടെ ആഗോളതലത്തിൽ ചർച്ചയായ സ്പെയർ എന്ന ആത്മകഥ എഴുതിയ ബ്രിട്ടീഷ് രാജകുടുംബാംഗം ആരാണ്? ഹാരി രാജകുമാരൻ. ഇന്ത്യയിൽ നടന്ന 15ാമത് ലോകകപ്പ് ഹോക്കി മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? ഒലി എന്ന ആമ. 80ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ബെസ്റ്റ് ഒറിജിനൽ സോങ് വിഭാഗത്തിൽ അവാർഡ് നേടിയ "നാട്ടു നാട്ടു" എന്ന ഗാനം ഉൾപ്പെടെയുള്ള തെലുങ്ക് ചിത്രം ഏതാണ്? RRR ആണ്. 80ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ബെസ്റ്റ് ഒറിജിനൽ സോങ് വിഭാഗത്തിൽ അവാർഡ് ലഭിച്ച "നാട്ടു നാട്ടു" എന്ന ഗാനം ഉൾപ്പെട്ട തെലുങ്ക് ചിത്രം RRR. സംവിധാനം ആരായിരുന്നു? SS രാജമൗലിയാണ്. സംഗീതം നൽകിയത് MM കീരവാണി. 2023 നിയമസഭാ ലൈബ്രറി അവാർഡ് നേടിയതാരാണ്? ടി പത്മനാഭൻ. അടുത്ത ക്വസ്റ്റ്യൻ. 2023 100ാം വർഷം ആഘോഷിച്ച പിന്നിട്ട കുമാരനാശാന്റെ ബാലകവിതാ സമാഹാരം പുഷ്പവാടി. അപ്പോൾ 2023 100 വർഷം പിന്നിട്ട കുമാരനാശാന്റെ ബാലകവിതാ സമാഹാരം ഏതാണ്? പുഷ്പവാടി. 2023 ഹരിവരാസന പുരസ്കാരം ജേതാവ് ശ്രീകുമാരൻ തമ്പി. 108ാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? നാഗ്പൂരാണ്. മധ്യപ്രദേശിലെ നാഗ്പൂർ. പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം നടക്കുന്ന സ്ഥലം എവിടെയാണ്? ഇൻഡോർ, മധ്യപ്രദേശ്. 2023 പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ്? ഇൻഡോർ, മധ്യപ്രദേശ്. US-ലെ ന്യൂ ഓർലിയൻസിൽ നടന്ന 71ാമത് വിശ്വസുന്ദരി മത്സര വിജയി ആരാണ്? ആർബോണി ഗബ്രിയേൽ. ആർബോണി ഗബ്രിയേലാണ് US-ലെ ന്യൂ ഓർലിയൻസിൽ നടന്ന 71ാമത് വിശ്വസുന്ദരി മത്സര വിജയി. അടുത്ത ക്വസ്റ്റ്യൻ. 2023 മുതൽ തൊഴിലുറപ്പ് ജീവനക്കാരുടെ ഹാജർ ഏത് ആപ്പ് വഴി ഓൺലൈനായി രേഖപ്പെടുത്താനാണ് കേന്ദ്രം തീരുമാനിച്ചത്? നാഷണൽ മൊബൈൽ മോണിറ്ററിംഗ് സിസ്റ്റം. അപ്പോൾ നാഷണൽ മൊബൈൽ മോണിറ്ററിംഗ് സിസ്റ്റം വഴിയാണ്
2023 മുതൽ തൊഴിലുറപ്പ് ജീവനക്കാരുടെ ഹാജർ ഓൺലൈനായി രേഖപ്പെടുത്താനായിട്ട് കേന്ദ്രം തീരുമാനിച്ച ആപ്പ്. വരയാടുകളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയിലെ ആദ്യത്തെ നീലഗിരി താർ പ്രോജക്റ്റ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. അപ്പോൾ വരയാടുകളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയിലെ ആദ്യത്തെ നീലഗിരി താർ പ്രോജക്റ്റ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ബ്രേക്കിംഗ് ബാരിയേഴ്സ് ദ സ്റ്റോറി ഓഫ് എ ദളിത് ചീഫ് സെക്രട്ടറി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? കെ മാധവറാവു. ബ്രേക്കിംഗ് ബാരിയേഴ്സ് ദി സ്റ്റോറി ഓഫ് എ ദളിത് ചീഫ് സെക്രട്ടറി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? കെ മാധവറാവു. ഏത് സംസ്ഥാനത്താണ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്? പശ്ചിമ ബംഗാളിലാണ്. അപ്പോൾ ഏത് സംസ്ഥാനത്താണ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്? പശ്ചിമ ബംഗാളിലാണ്. മ്യാൻമാർ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികം ആഘോഷിച്ചത് എന്നാണ്? 2023 ജനുവരി 4-നാണ്. അപ്പോൾ മ്യാൻമാർ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികം ആഘോഷിച്ചതെന്നാണ്? 2023 ജനുവരി 4-നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ ഇന്ധന സ്റ്റേഷനുകൾ ഉള്ള രാജ്യം ഏതാണ്? ചൈനയാണ്. ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ ഇന്ധന സ്റ്റേഷനുകളുള്ള രാജ്യം ഏതാണ്? ചൈന. ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും ദൈർഘ്യമേറിയ പൂർണ്ണ ഓട്ടോമാറ്റിക് ബ്ലോക്ക് സിഗ്നലിംഗ് വിഭാഗമായി മാറുന്ന സെക്ഷൻ ഏതാണ്? ഗാസിയാബാദ് പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും ദൈർഘ്യമേറിയ പൂർണ്ണ ഓട്ടോമാറ്റിക് ബ്ലോക്ക് സിഗ്നലിംഗ് വിഭാഗമായി മാറുന്ന സെക്ഷൻ ഏതാണ്? പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ സെക്ഷനാണ്. ഡിജിറ്റൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പദ്ധതി പ്രകാരം ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ ജില്ല ഏതാണ്? ആൻസർ തൃശ്ശൂരാണ്. ഡിജിറ്റൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പദ്ധതി പ്രകാരം ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ സംസ്ഥാനത്തെ ആദ്യത്തെ ജില്ല ഏതാണ്? തൃശ്ശൂർ. മണിപ്പൂർ, മിസോറാം, മ്യാൻമാർ എന്നിവയുടെ ട്രൈ ജംഗ്ഷനിൽ 26 ഗോത്രവർഗക്കാരുടെ ആദ്യ സാംസ്കാരിക ആഘോഷത്തിന് സജ്ജമാക്കിയ ഗ്രാമം ഏതാണ്? പർബുന്ദ് ഗ്രാമം. പർബുന്ദ് ഗ്രാമം. എന്താണ് ക്വസ്റ്റ്യൻ? മണിപ്പൂർ, മിസോറാം, മ്യാൻമാർ എന്നിവയുടെ ട്രൈ ജംഗ്ഷനിൽ 26 ഗോത്രവർഗക്കാരുടെ ആദ്യ സാംസ്കാരിക ആഘോഷത്തിന് സജ്ജമാക്കിയ ഗ്രാമം ഏതാണ്? പർബുന്ദ് ഗ്രാമം. ബർമിംഗ്ഹാമിൽ നടന്ന ഏറ്റവും അഭിമാനകരമായ ബ്രിട്ടീഷ് ജൂനിയർ ഓപ്പൺ ടൂർണമെന്റിൽ പെൺകുട്ടികളുടെ അണ്ടർ 15 സ്ക്വാഷ് കിരീടം നേടിയ ഇന്ത്യക്കാരി ആരാണ്? അനാഹത് സിംഗ്. അനാഹത് സിംഗ്. 2023 ജനുവരി 28-ന് വർഷം തോറും ആചരിക്കുന്ന ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം എന്താണ്? ആഗോള ക്ഷേമത്തിനായുള്ള ഗ്ലോബൽ സയൻസ്. അപ്പോൾ ജനുവരി 28 എന്താണ്? ദേശീയ ശാസ്ത്ര ദിനമാണ്. ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2023 ആഗോള ക്ഷേമത്തിനായുള്ള ഗ്ലോബൽ സയൻസ്. 2023 ജനുവരി 9-ന് അന്തരിച്ച ആദ്യത്തെ കാശ്മീരി ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്? പ്രൊഫസർ റഹ്മാൻ റാഫിയാണ്. പ്രൊഫസർ റഹ്മാൻ റാഫിക്കാണ് ആദ്യത്തെ കാശ്മീരി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. 2023 ജനുവരി 9-ന് അന്തരിച്ച ആദ്യത്തെ കാശ്മീരി ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്? പ്രൊഫസർ റഹ്മാൻ റാഫി. ലോകത്തിലെ ആദ്യത്തെ താളിയോല കയ്യെഴുത്ത് പ്രതി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. ലോകത്തിലെ ആദ്യത്തെ താളിയോല കയ്യെഴുത്ത് പ്രതി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. 2023 ജനുവരിയിൽ സംരക്ഷിത സസ്യമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പ്രഖ്യാപിച്ച സസ്യം ഏതാണ്? നീലക്കുറിഞ്ഞി. 2023 ജനുവരിയിൽ സംരക്ഷിത സസ്യമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പ്രഖ്യാപിച്ച സസ്യം ഏതാണ്? നീലക്കുറിഞ്ഞി. 2023 ജനുവരി 11-ന് ഒഡീഷ തീരത്ത് നിന്നും വിജയകരമായി പരീക്ഷിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? പൃഥ്വി 2 ആണ്. 2023 ജനുവരി 11-നാണ് പൃഥ്വി 2 വിക്ഷേപിച്ചത്. ഒഡീഷ തീരത്ത് നിന്നും വിജയകരമായി പരീക്ഷിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? പൃഥ്വി 2. സുഖോയി യുദ്ധവിമാനത്തിലെ പൈലറ്റാകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വനിത. സുഖോയി യുദ്ധവിമാനത്തിലെ പൈലറ്റാകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വനിത ആരാണ്? അവനി ചതുർവേദി.
അവനി ചതുർവേദിയാണ് സുഖോയി യുദ്ധവിമാനത്തിലെ പൈലറ്റ് ആകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വനിത. ആദ്യം മുതൽ നമുക്ക് ഒന്നുകൂടി നോക്കാം. പഠിച്ച ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോക്കാം. 2023 ജനുവരി 1 കേരളത്തിൽ ഏത് സ്ഥലത്താണ് ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ് നടന്നത്? കണ്ണൂർ. 2022 ഡിസംബർ 31 അന്തരിച്ച പോപ്പ് എമിരിറ്റസ് ബെനഡിക്ട് 16 ജനിച്ചത് ഏത് സ്ഥലത്താണ്? ജർമ്മനി. 2023 പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരെല്ലാം? VP അപ്പുകുട്ടൻ പൊതുവാൾ, ചെറുവയൽ രാമൻ, CI ഐസക്, SRD പ്രസാദ്. പത്മഭൂഷൺ ലഭിച്ചത് സുധാമൂർത്തി, വാണിജ്യറാം, കുമാരമംഗലം ബിർള. 2023 പത്മവിഭൂഷൺ ലഭിച്ചർ ബാലകൃഷ്ണ ദോഷി, ദിലീപ് മഹൽനോബിസ്, സക്കീർ ഹുസൈൻ, മുലായം സിംഗ് യാദവ്, SM കൃഷ്ണ, ശ്രീനിവാസ വരദൻ. ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനിക പരിശീലനത്തിന്റെ പേര് എന്താണ്? സൈക്ലോൺ 1. 2031 വിക്ഷേപിക്കുന്ന ശുക്രന്റെ രഹസ്യങ്ങൾ തേടിയുള്ള ISROയുടെ പദ്ധതി ഏതു പേരിൽ അറിയപ്പെടുന്നു? ശുക്രയാൻ 1. 2023 സരസ് കരകൗശലമേളയുടെ വേദി എവിടെയാണ്? ജമ്മു കാശ്മീർ. 2023 സ്വാതിരനാൾ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? P ജയചന്ദ്രൻ. അഭ്യസ്തവിദ്യരായ പട്ടിക വിഭാഗക്കാർക്കായി പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തി സുസ്ഥിര വരുമാനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ട്രേസ്. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന 2020 സ്വദേശാഭിമാനി കേസരി പുരസ്കാരം നേടിയത് SR ശക്തിധരൻ. 2023 ഫെബ്രുവരി മുതൽ ഭക്ഷ്യസ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളം. കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം 2022 നേടിയതാരാണ്? സേതു. 100ലേറെ രാജ്യങ്ങളിൽ റിലീസ് എന്ന റെക്കോർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ചിത്രം ഏതാണ്? പഠാൻ. ജനുവരി 3 ലോക ഹിപ്നോട്ടിസം ദിനം. 2023 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയത് സ്റ്റീവൻ സ്പീൽബർഗ്. സൗഹൃദ പൈപ്പ് ലൈൻ വഴിയുള്ള ഡീസൽ വിതരണത്തിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച കൽവാരി ശ്രേണിയിൽപ്പെട്ട 5ാം അന്തർവാഹിനി INS വാഗിർ. 2023 ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യൻ വാസ്തുവിദ്യാ രംഗത്തെ കുലപതി BV ദോഷി. ജനുവരി 9 ദേശീയ പ്രവാസി ഭാരതി ദിവസ്. ജനുവരി 10 ലോക ഹിന്ദി ദിനം. 2023 ആദ്യ 6 മാസത്തേക്ക് യൂറോപ്യൻ യൂണിയൻ കൗൺസിലിന്റെ പ്രസിഡൻസി ഏറ്റെടുത്ത രാജ്യം ഏതാണ്? സ്വീഡൻ. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ അധ്യാപികയാണ് സാവിത്രിഭായ് ഫൂലെ. ജന്മദിനം എന്നാണ് ആഘോഷിച്ചത്? ജനുവരി 3. സിയാച്ചിൻ ഹിമാനിയിൽ കുമാർ പോസ്റ്റിൽ വിന്യസിച്ച ആദ്യത്തെ വനിതാ സൈനിക ഓഫീസർ ക്യാപ്റ്റൻ ശിവ ചൗഹാൻ. 2023 ജനുവരിയിൽ നടന്ന ദേശീയ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ സീനിയർ പുരുഷന്മാരുടെ 96 കിലോഗ്രാമിൽ സ്വർണം നേടിയത് ജഗദീഷ് വിശ്വകർമ്മ. 61ാമത് കേരള സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ചാമ്പ്യന്മാരായ ജില്ല കോഴിക്കോട്. ന്യൂയോർക്ക് ക്രിട്ടിക്സ് സർക്കിളിൽ മികച്ച സംവിധായകനുള്ള അവാർഡ് നേടിയത് SS രാജമൗലി. ബംഗ്ലാദേശിലെ ചിറ്റഗോങ് മലയോരങ്ങളിൽ നിന്നുള്ള ക്രിസ്ത്യൻ സമൂഹം ഏത് സംസ്ഥാനത്തേക്കാണ് പ്രവേശിക്കാൻ ശ്രമിക്കുന്നത്? മിസോറാം. മുഴുവൻ ഗോത്രവർഗക്കാർക്കും അവശ്യരേഖകൾ ഉറപ്പാക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണ്? വയനാട്. ഇന്ത്യയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനം ഏത്? കേരളം. ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? കേരളം. 15ാമത് ബഷീർ സ്മാരക ട്രസ്റ്റ് അവാർഡ് നേടിയ M മുകുന്ദൻ രചിച്ച നോവൽ ഏതാണ്? നൃത്തം ചെയ്യുന്ന കുടകൾ. ഒളപ്പമണ്ണയുടെ ജന്മശതാബ്ദി വർഷം 2023. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ആഡംബര നദീജല ക്രൂസ് യാത്ര നടത്തിയ കപ്പലിന്റെ പേരെന്താണ്? MV ഗംഗാവിലാസ് കപ്പൽ. പ്രഥമ KR ഗൗരിയമ്മ അന്താരാഷ്ട്ര പുരസ്കാരം നേടിയത് അലൈഡ ഗുവേര ചെഗുവേരയുടെ മകളാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എന്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു, പാത്തുമ്മയുടെ ആട്, തകഴി ശിവശങ്കരപിള്ളയുടെ തോട്ടിയുടെ മകൻ തുടങ്ങിയ കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ പ്രശസ്ത വിവർത്തകൻ ആരാണ്? ഡോക്ടർ റൊണാൾഡ് ഡി ആശ്രം. 2023 നിയമസഭാ ലൈബ്രറി അവാർഡ് നേടിയത് T പത്മനാഭൻ. അടുത്തിടെ ആഗോളതലത്തിൽ ചർച്ചയായ സ്പെയർ എന്ന ആത്മകഥ എഴുതിയ ബ്രിട്ടീഷ് രാജകുമാരനാരാണ്? ഹാരി രാജകുമാരൻ. ഇന്ത്യയിൽ നടക്കുന്ന 15ാമത് ലോകകപ്പ് ഹോക്കി മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? ഒലി എന്ന ആമ. 80ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ബെസ്റ്റ് ഒറിജിനൽ സോങ് ഭാഗത്തിൽ അവാർഡ് ലഭിച്ച നാട്ടു നാട്ടു എന്ന ഗാനം ഉൾപ്പെട്ട തെലുങ്ക് ചിത്രം ഏതാണ്? RRR. സംവിധാനകരാണ് SS രാജമൗലി. സംഗീതം നൽകിയത് MM കീരവാണി. 2023 നിയമസഭാ ലൈബ്രറി അവാർഡ് നേടിയത് T പത്മനാഭൻ.
2023 100 വർഷം പിന്നിട്ട കുമാരനാശാന്റെ ബാലകവിതാ സമാഹാരമേത്? പുഷ്പവാടി. 2023 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്ക്. 108ാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എവിടെയായിരുന്നു? നാഗ്പൂർ, മധ്യപ്രദേശ്. പ്രവാസി ഭാരത് ദിവസ് സമ്മേളനം നടന്ന സ്ഥലം ഇൻഡോർ. US ന്യൂ ഓർലിയൻസിൽ നടന്ന 71ാമത് വിശ്വസുന്ദരി മത്സര വിജയി ആർബോണി ഗബ്രിയേൽ. 2023 മുതൽ തൊഴിലുറപ്പ് ജീവനക്കാരുടെ ഹാജർ ഏത് ആപ്പ് വഴി ഓൺലൈനായി രേഖപ്പെടുത്താനാണ് കേന്ദ്രം തീരുമാനിച്ചത്? നാഷണൽ മൊബൈൽ മോണിറ്ററിംഗ് സിസ്റ്റം. വരയാടുകളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയിലെ ആദ്യത്തെ നീലഗിരി താർ പ്രോജക്ട് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ബ്രേക്കിംഗ് ബാരിയേഴ്സ് ദി സ്റ്റോറി ഓഫ് എ ദളിത് ചീഫ് സെക്രട്ടറി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കെ മാധവറാവു. ഏത് സംസ്ഥാനത്താണ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്? പശ്ചിമ ബംഗാൾ. മ്യാൻമാർ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം ആഘോഷിച്ചതെന്നാണ് 2023 ജനുവരി 4. ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ ഇന്ധന സ്റ്റേഷനുകളുള്ള രാജ്യം ഏതാണ്? ചൈന. ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും ദൈർഘ്യമേറിയ പൂർണ്ണ ഓട്ടോമാറ്റിക് ബ്ലോക്ക് സിഗ്നലിംഗ് വിഭാഗമായി മാറുന്ന സെക്ഷൻ ഏതാണ്? ഗാസിയാബാദ് പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ. ഡിജിറ്റൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പദ്ധതി പ്രകാരം ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ ജില്ല ഏത്? തൃശൂർ. മണിപ്പൂർ, മിസോറാം, മ്യാൻമാർ എന്നിവയുടെ ട്രൈ ജംഗ്ഷനിൽ 26 ഗോത്രവർഗക്കാരുടെ ആദ്യ സാംസ്കാരിക ആഘോഷത്തിന് സജ്ജമാക്കിയ ഗ്രാമം ഏതാണ്? പർബുന്ദ് ഗ്രാമം. ബർമിംഗ്ഹാമിൽ നടന്ന ഏറ്റവും അഭിമാനകരമായ ബ്രിട്ടീഷ് ജൂനിയർ ഓപ്പൺ ടൂർണമെന്റിൽ പെൺകുട്ടികളുടെ അണ്ടർ 15 സ്ക്വാഷ് കിരീടം നേടിയ ഇന്ത്യക്കാരി ആരാണ്? അനാഹത് സിംഗ്. 2023 ജനുവരി 28ന്റെ ദേശീയ ശാസ്ത്രദിന പ്രമേയം എന്താണ്? ആഗോള ക്ഷേമത്തിനായുള്ള ഗ്ലോബൽ സയൻസ്. 2023 ജനുവരി 9 അന്തരിച്ച ആദ്യത്തെ കാശ്മീരി ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്? പ്രൊഫസർ റഹ്മാൻ റാഫി. ലോകത്തിലെ ആദ്യത്തെ താളിയോല കയ്യെഴുത്ത് പ്രതി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. 2023 ജനുവരിയിൽ സംരക്ഷിത സസ്യമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പ്രഖ്യാപിച്ച സസ്യം ഏതാണ്? നീലക്കുറിഞ്ഞി. 2023 ജനുവരി 11 ഒഡീഷ തീരത്ത് നിന്നും വിജയകരമായി പരീക്ഷിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? പൃഥ്വി 2. സുഖോയി യുദ്ധവിമാനത്തിലെ പൈലറ്റാകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വനിത ആരാണ്? അവനി ചതുർവേദി. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.